നമസ്കാരം. ഒരു പക്ഷേ പരാജയത്തേക്കാൾ ഉപരി പരാജയ ഭീതിക്ക് മുന്നിലായിരിക്കാം നാം തോറ്റുപോയിട്ടുള്ളത്, പതറിപ്പോയിട്ടുള്ളത്. ഞാൻ തോറ്റുപോകുമോ, ഞാൻ തോറ്റുപോയാൽ എന്താകും തുടങ്ങിയ ഉത്കണ്ഠ വല്ലാതെ കീഴടക്കുമ്പോൾ അത് പരാജയത്തിൻ്റെ ലക്ഷണമായി മാറുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ കുട്ടികളോടുള്ള രക്ഷിതാക്കളുടെ സമീപനം ഇതിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എന്നതാണ്. കുട്ടികളുടെ ചെറിയ 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 പരാജയങ്ങൾക്ക് പോലും അവരെ വല്ലാതെ ശിക്ഷിക്കുകയും പരിഹസിക്കുകയും മറ്റു വിജയിച്ചവരെ താരതമ്യം ചെയ്തുകൊണ്ട് അവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പരാജയ ഭീതി അവരുടെ ഉപബോധ മനസ്സിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പിന്നീട് പക്വതയായി കഴിഞ്ഞാലും പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ കുട്ടി വിജയിക്കുവാനുള്ള ത്വരയിലേക്കല്ല എത്തുന്നത്, പകരം പരാജയ ഭീതിക്ക് അടിമപ്പെടുകയും വിജയിച്ചവരെ തോൽപ്പിക്കുക എന്ന ഒരു തരം വാശിയിലേക്കോ പ്രതികാരത്തിലേക്കോ ആണ് അവർ മാറപ്പെടുന്നത്. അത് വീണ്ടും വീണ്ടും പരാജയങ്ങൾക്ക് ലക്ഷണമായി മാറും എന്നതിനാൽ കുട്ടികളുടെ ചെറിയ ചെറിയ പരാജയങ്ങളെയെല്ലാം അതിൻ്റേതായ രീതിക്ക് മാത്രം കണ്ട് വീണ്ടും വീണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടും നീ വിജയിക്കും എന്ന ആത്മവിശ്വാസം, നിന്നെക്കൊണ്ടത് കഴിയും എന്ന ആത്മവിശ്വാസം അവരിൽ ജനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നന്ദി, നമസ്കാരം.